വഖഫ് നിയമത്തിനെതിരെ നടത്തിയ പ്രതിഷേധം ജമാഅത്തെ ഇസ്ലാമിക്ക് പാരയാവുകയാണ്. വഖഫ് നിയമത്തിന് എതിരെയുള്ള ജാഥയിൽ ഈജിപ്തിലെ മുസ്ലിം ഭീകരരുടെ ചിത്രങ്ങൾ വന്നതിൽ അതിരൂക്ഷ വിമർശനവുമായി സമസ്തയുടെ മുഖപത്രം. ജമാഅത്തെ ഇസ്ലാമിയുടെ വഖഫ് സംരക്ഷണ പ്രക്ഷോഭത്തിൽ സോളിഡാരിറ്റി ഉപയോഗിച്ച ചിത്രങ്ങളിലാണ് ഇപ്പോൾ വിമർശനം ഇവർ ഉന്നയിച്ചിരിക്കുന്നത്. വഖഫ് സംരക്ഷണത്തിന് തീവ്രവാദ കാഴ്ചപ്പാടുള്ള ബ്രദർഹുഡുമായി എന്ത് ബന്ധം എന്നതാണ് ഉയർന്നിരിക്കുന്ന ഒരു ചോദ്യം. ഈ തീവ്രവാദി നേതാക്കൾ നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തിരിക്കുന്നത്? പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഇവിടെ ടൂളായി ഉപയോഗിക്കുകയാണെന്നും വിലയിരുത്തലുകൾ. എന്താണ് ഇന്ത്യയിലെ വഖഫ് നിയമ ഭേദഗതി വിരുദ്ധ പ്രക്ഷോഭവും ഈജിപ്തിൽ ഉദയം ചെയ്ത മുസ്ലിം ബ്രദർഹുഡും തമ്മിലുള്ള ബന്ധം? വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളായ സോളിഡാരിറ്റിയും SIOയും നടത്തിയ കരിപ്പൂർ വിമാനത്താവള മാർച്ചുമായി ബന്ധപ്പെട്ട് മതേതര കേരളത്തിൻ്റെതാണ് ഈ ചോദ്യം. പൊളിറ്റിക്കൽ ഇസ്ലാം സംഘടനയായ മുസ്ലിം ബ്രദർഹുഡിന്റെ നേതാക്കളായ ഹസനുൽ ബനയുടെ മുഹമ്മദ് ഖുത്തുബിന്റെ ഫോട്ടോ ഉയർത്തിപ്പിടിച്ചാണ് ഇവർ മാർച്ച് നടത്തിയത്. ഈജിപ്ത്, സൗദി അറേബ്യ, UAE തുടങ്ങിയ മുസ്ലിം രാജ്യങ്ങൾ കരിമ്പട്ടികയിൽപ്പെടുത്തിയ സംഘടനയാണ് മുസ്ലിം ബ്രദർഹുഡ്. അൽ ഖൈദ പോലുള്ള തീവ്രവാദ സംഘടനകൾക്ക് പ്രചോദനവും ഇവർ തന്നെയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈജിപ്ഷ്യൻ പ്രസിഡന്റായിരുന്ന ജമാൽ അബ്ദുൽ നാസർ വധക്കേസിൽ 1966 ഓഗസ്റ്റ് 29 തൂക്കിക്കൊല്ലുകയായിരുന്നു മുഹമ്മദ് ഖുത്തുബിനെ. ജമാഅത്തെ ഇസ്ലാമി ഇതാദ്യമായിട്ടല്ല മതേതര പ്രസ്ഥാനങ്ങളുടെ സമരങ്ങളെയും പ്രക്ഷോഭങ്ങളെയും ആശയ രാഷ്ട്രീയ പരിസരം വികസിപ്പിക്കാൻ ഉപയോഗപ്പെടുത്തുന്ന ആ ഒരു ശൈലി പിന്തുടരുന്നത്. CAA, NRC വിരുദ്ധ സമരങ്ങളിൽ ഇത്തരം തന്ത്രങ്ങൾ അവർ പയറ്റിയിട്ടുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആദ്യകാല വിദ്യാർത്ഥി സംഘടനയായിരുന്ന സിമിയുടെ ചില പ്രവർത്തനങ്ങൾ രാജ്യവ്യാപകമായി മുസ്ലിം സമൂഹം തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടയാക്കിയ ഒരു സംഗതിയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു നിലയിലേക്ക് സിമി തീവ്ര സ്വഭാവത്തിലേക്ക് എത്തുമ്പോഴാണ് ആ സംഘടനയെ കൈയൊഴിച്ച് ജമാഅത്ത് നേതൃത്വം തങ്ങളുടെ പരിധിയിൽ നിൽക്കുന്ന മറ്റൊരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് രൂപം കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. ഹുക്കുമത്തെ ഇലാഹി എന്ന അബുൽ അല മൗദൂദി വിഭാവനം ചെയ്യുന്ന മതരാഷ്ട്രമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആത്യന്തിക ലക്ഷ്യം. അത്തരമൊരു ഭരണകൂടവുമായി അല്ലാതെ മുസ്ലിങ്ങൾ സഹകരിക്കാൻ പാടില്ല എന്നതാണ് അവരുടെ നിലപാട്. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ആദ്യകാല പുസ്തകങ്ങളിലൊക്കെ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. സ്വതന്ത്ര ഇന്ത്യയിൽ വർഷങ്ങളോളം ജനാധിപത്യം എന്താണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിൽ പങ്കാളികളാകാതെ സംഘടന വിട്ടുനിൽക്കുകയുണ്ടായി. അങ്ങനെ നിന്നതും തിരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യാനോ ഒരു സർക്കാർ ഉദ്യോഗം സ്വീകരിക്കാനോ പാടില്ല എന്നൊക്കെ പ്രഖ്യാപനം നടത്തിയത് ഈ നയത്തിന്റെ ഭാഗമാണ്. തങ്ങളെ സംബന്ധിച്ചിടത്തോളം മൗലിക പ്രധാനമാണ് ഹുക്കുമത്തെ ഇലാഹി എന്നും ആരാധനകൾ പൂർണ്ണമാകണമെങ്കിൽ പോലും ഹുക്കുമത്തെ ഇലാഹി നിലവിൽ വരണമെന്നും ജമാഅത്തിന്റെ പ്രമുഖ നേതാക്കൾ പല വേദികളിലും പറഞ്ഞതാണ്. ഇങ്ങനെ ഒരു നിലപാടുമായി മുന്നോട്ട് പോയാൽ സമൂഹത്തിൽ ഒറ്റപ്പെടും എന്ന തിരിച്ചറിവാണ് പിൽക്കാലത്ത് ജനാധിപത്യ സംവിധാനങ്ങളുമായി സഹകരിക്കാനും സ്വന്തം രാഷ്ട്രീയ കക്ഷി രൂപവൽക്കരിച്ച് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനും ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വന്നതിന്റെ കാരണമെന്നും സമസ്തയുടെ മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒറ്റക്കെട്ടായി ഈ നിയമത്തിനെതിരെ പോരാടേണ്ടവർ സോളിഡാരിറ്റിയും SIOയും നടത്തുന്ന ഇത്തരം പ്രതിഷേധങ്ങൾ സമുദായത്തിന് തിരിച്ചടി ഉണ്ടാക്കുമെന്ന അഭിപ്രായങ്ങളാണ് ഉണ്ടാകുന്നത്. സൗദി അറേബ്യ ഉൾപ്പെടെ കരിമ്പട്ടികയിൽപ്പെടുത്തിയ ബ്രദർഹുഡിന് ഇന്ത്യയിൽ എന്ത് പ്രസക്തി എന്നും ചോദ്യം. ഇത്തരം പ്രതിഷേധം മുസ്ലിം ഇതര സംഘടനകളെ വഖഫ് പ്രതിഷേധത്തിൽ നിന്ന് മാറി നിൽക്കാൻ പ്രേരിപ്പിക്കുമെന്നും നിരീക്ഷണങ്ങൾ. ജമാഅത്തെ ഇസ്ലാമി അവരുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളെ കയറൂരി വിടുന്നു എന്ന വിമർശനവുമുണ്ട്. ഇന്ത്യ മുസ്ലിം ബ്രദർഹുഡിനെ നിരോധിച്ചിട്ടില്ല എന്ന് ന്യായീകരിക്കുകയല്ലേ ഇവർ. എന്നാൽ ഇന്ത്യക്കെതിരെ ഇതുവരെ മുസ്ലിം ബ്രദർഹുഡ് പ്രവർത്തിക്കാത്തിടത്തോളം ഇന്ത്യക്ക് ഈ സംഘടനയെ നിരോധിക്കേണ്ട ആവശ്യവുമില്ല. UAEയിൽ, സൗദിയിൽ, സിറിയയിലൊക്കെ നിരോധിച്ച സംഘടനയാണ് മുസ്ലിം ബ്രദർഹുഡ്. ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡ് സ്ഥാപകൻ ഇമാം ഹസനുൽ ബന്ന, മറ്റൊരു നേതാവായ സയ്യിദ് ഇബ്രാഹിം ഹുസൈൻ ഷാദിലി ഖുത്തുബ് എന്ന സയ്യിദ് ഖുത്തുബ് എന്നിവർ ഹമാസ് ഭീകരരെക്കാൾ അപകടകാരികളായ ഭീകരവാദികളാണ്. സയ്യിദ് ഖുത്തുബിന്റെ സന്ദേശങ്ങളാണ് അൽ ഖ്വയ്ദ പോലുള്ള ഭീകര സംഘടനകൾ ഉയർത്തുന്നത്. ഇസ്ലാം ഭരണം ലോകമാകെ വേണമെന്നും ശരിയായ നിയമമാണ് ലോകത്തെങ്ങും വേണ്ടത് എന്നും പറയുന്ന മതമൗലികവാദ സന്ദേശങ്ങളാണ് ഖുതുബിൻ്റെത്. ഇദ്ദേഹത്തിന്റെ മതമൗലികവാദം പ്രചരിപ്പിക്കുന്ന വഴിയടയാളങ്ങൾ എന്ന പുസ്തകത്തിന്റെ പേരിലാണ് ഈജിപ്ത് സർക്കാർ സയ്യിദ് ഖുതുബിന്റെ പേരിൽ വധശിക്ഷ വിധിച്ചത്. എന്തായാലും ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധ റാലി സംഘടിപ്പിച്ചത് അവർക്ക് തന്നെ പാരയായി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം വഖഫിനെതിരെ മുസ്ലിം ഇതര സംഘടനകൾ പോലും മുസ്ലിം ഇതര സമുദായങ്ങൾ പോലും എതിരാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ ഒരു പ്രതിഷേധ റാലി കൊണ്ട് ഗുണമെന്ന് വിചാരിച്ചത് ഇപ്പോൾ ദോഷമായി മാറിയിരിക്കുകയാണ്. ഈ പ്രതിഷേധ റാലി കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് അതായിരിക്കും എന്ന വിലയിരുത്തലുകളാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ ശക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.